ഇവിടെ കടക്കാരുടെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ട സാം അവിടെ കണ്ടൊരു അലമാരക്കകത്ത് കയറി ഒളിച്ചിരിക്കുന്നു. അവൻ അതിനകത്തുള്ളത് അറിയാതെ ആ അലമാര ഒരു വീട്ടിലേക്ക് ഡെലിവറി ചെയ്യുന്നു. ആ വീട്ടുകാരുടെ സംസാരത്തിൽ നിന്ന് അവർ ആ അലമാര ഉപയോഗിക്കാൻ പോകുന്നില്ലെന്നും ഒരു ഷോപ്പീസ് പോലെ വെക്കാനാണ് അവരത് വാങ്ങിച്ചതെന്നും സാമിന് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ കടക്കാരെ പേടിച്ച് അവൻ ആ അലമാരക്കകത്ത് തന്നെ താമസിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം മുതലേ അവൻ ആ വീട്ടുകാരെല്ലാം പുറത്തേക്ക് പോയതിനു ശേഷം ആ അലമാരക്കകത്ത് നിന്ന് പുറത്തേക്ക് വരികയും ആ വീട്ടിലെ ഓണറിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് അവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് സ്വന്തം വീട് പോലെ അവിടെ താമസിക്കാനായിട്ട് തുടങ്ങുന്നു. ബാക്കി കഥ കേൾക്കുന്നതിന് മുൻപ് നിങ്ങളുടെ വീട്ടിലും അലമാര ഉണ്ടെങ്കിൽ എസ് എന്ന് ഈ വീഡിയോ ഒക്കെ കമന്റ് ചെയ്യൂ. അങ്ങനെ വീട്ടിലിരുന്ന് ബോറടിച്ചത് കൊണ്ട് തന്നെ അവന് കിച്ചണിലെ പാത്രങ്ങളെല്ലാം കഴുകി വെക്കുകയും വീടൊക്കെ വൃത്തിയാക്കി വെക്കലായിരുന്നു അവന് പ്രധാന ജോലി. എന്നാൽ അതെല്ലാം ആ വീട്ടിലെ വൈഫ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അലമാര കൊണ്ടുവന്നതിന് ശേഷം വീടൊക്കെ ആരും വൃത്തിയാക്കുന്നുണ്ടെന്ന് അവൾ നോട്ട് ചെയ്യുകയും ഈ കാര്യം അവൾ ഹസ്ബൻഡിനോട് പറയുന്നു. എന്നാൽ അതൊക്കെ അവളുടെ വെറും തോന്നലായിരിക്കുമെന്ന് അയാൾ പറയുന്നു. എന്നാൽ ഇതൊക്കെ തന്നെ മരിച്ചുപോയ അനിയന്റെ ആത്മാവ് ചെയ്യുന്നതാവും എന്ന് അവൾ വിചാരിക്കുന്നു. കാരണം ചെറുപ്പത്തിൽ ഈ അലമാരയുടെ അകത്ത് കുടുങ്ങിയാണ് അവളുടെ അനിയന് മരണപ്പെട്ടു പോയത്. അതുകൊണ്ട് തന്നെ ആ അലമാരയ്ക്കകത്ത് അവളുടെ അനിയന്റെ ആത്മാവ് ഉണ്ടെന്ന് അവൾ വിശ്വസിക്കുകയും പിന്നീട് ആ അലമാരയ്ക്കകത്ത് ഇരിക്കുന്ന സാമിനോട് അവൾ മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങുന്നു.